ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എൻ്റെ പേര് ഡോക്ടർ ഗിരിലാൽ എം കെ. വെൽക്കം ടു എജ്യൂക്ക ക്ലാസ് റൂം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 സോഷ്യോളജിയിലെ രണ്ട് ഭാഗങ്ങളാണ്, രണ്ട് ചാപ്റ്ററുകളാണ്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹ്യൂമാനിറ്റീസ് പോലെയുള്ള സബ്ജക്റ്റുകൾ ഭൂരിഭാഗവും ടെസ്റ്റുകളെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ടെസ്റ്റിലെ അതേ സെൻറ്റൻസുകൾ ഞാൻ എടുത്ത് വീഡിയോ ചെയ്യുന്നു എന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻസ് ആണ്. നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു സിലബസിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ A to Z പഠിച്ചെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം അതിൻ്റെ കോർ പോയിന്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയായി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ ഒരുപാടാണ്. കാരണം ഫ്യൂച്ചർ സ്റ്റഡീസിന് മാത്രമല്ല, നമ്മുടെ ഇപ്പോഴുള്ള പ്രസൻറ്റ് സ്റ്റഡീസിനും. കാരണം എന്ന് പറയുന്നത് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ടെസ്റ്റിൽ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിൻ്റെ കോൺസെപ്റ്റ്സുകൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വന്നാലും നമുക്കത് നമ്മുടേതായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് വീഡിയോസ് ഹ്യൂമാനിറ്റീസിലുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോസ് എല്ലാം തന്നെ നമുക്ക് ജസ്റ്റ് എന്താ പറയുന്നത്, ഒരു ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എസ്സേസ് ഇൻ സോഷ്യോളജി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എസ്സേയുടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ഒരു 5, 6, 7, 8 പോയിന്റ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അത് അത്രത്തോളം കുട്ടികൾ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എടുക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായി വരികയും അത് പരീക്ഷയെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈവൻ നമ്മുടെ ഫ്യൂച്ചർ പർപ്പസസിനായാലും പ്രസൻറ്റ് പർപ്പസസിനായാലും നമുക്ക് തന്നിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് സിലബസിലുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോഷ്യോളജി പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റിലുള്ള അതേ സെൻറ്റൻസുകളൊന്ന് കട്ട് ഷോട്ട് ചെയ്യുക മാത്രം ചെയ്തിട്ട് ഇത്രയും ലെന്തി ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോസ്, അതായത് നിങ്ങൾ ഒരു വീഡിയോസ് നിങ്ങൾ മിനിമം 2 മണിക്കൂറെങ്കിലും എടുത്തിട്ട് വ്യക്തമായ രീതിയിൽ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടെസ്റ്റ് ബേസ്ഡ് സ്റ്റഡീസ് പൂർത്തിയാകുള്ളൂ. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ ടെസ്റ്റിൽ എന്താണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു അറിവ് ലഭിക്കുമെന്നുള്ളത് ഞാൻ 100% ഗ്യാരണ്ടി. അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് നടക്കുകയാണ്. ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി. ഈ എൻ്റെ ബുക്സും ഇന്ത്യൻ സൊസൈറ്റീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ എൻ്റെ ബുക്കും ഇന്ത്യൻ സൊസൈറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് സോഷ്യോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലല്ല, ഒരു കോമൺ സെൻസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് മുന്നോട്ട് പോകുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സോഷ്യോളജി മറ്റ് സബ്ജക്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റി എല്ലാ ദിവസവും നമ്മൾ ഡെയിലി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നോക്കൂ, മറ്റുള്ള സബ്ജക്റ്റുകൾ നോക്കൂ, ഹിസ്റ്ററി ആയാലും ജിയോഗ്രഫി ആയാലും നമ്മൾ സ്കൂൾ ലെവലുകളിലോ കോളേജ് ലെവലുകളിലോ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ സോഷ്യോളജി അങ്ങനെയല്ല. അല്ലെങ്കിൽ സോഷ്യൽ നോളജ് നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്നത് നമ്മൾ നാച്ചുറലിയാണ്, നമ്മളോടൊപ്പം നാച്ചുറലി അത് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കാര്യം. നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന് സോഷ്യോളജിയെക്കുറിച്ച് നമുക്ക് മുൻപൊരു അറിവുണ്ടായിരിക്കും. സോഷ്യോളജിയെക്കുറിച്ച് നാച്ചുറലി നമുക്ക് എന്ത് ചെയ്തും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും. പക്ഷേ ഈ മുൻകൂട്ടി മനസ്സിലാക്കുമ്പോൾ നമുക്ക് 2 രീതിയിൽ അതിനെ ബാധിക്കും. ഒന്ന്, നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോഷ്യോളജി പോലെയുള്ള ഒരു വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. രണ്ടാമത്തത്, മിസ്ലീഡ് ചെയ്യപ്പെടും. മിസ്ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സോഷ്യോളജി വരെ ഈസി ആയിട്ട് കാണുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ കാണുകയും നമ്മൾ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് പാർഷ്യലായി പോകുകയോ അല്ലെങ്കിൽ ബയാസ്ഡായി പോകുകയോ ചെയ്യും. നമ്മൾ പക്ഷാഭേദപരമായിട്ടുള്ളൊരു മനസ്സിലാക്കലായി പോകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നിനെ സ്വാധീനിക്കുന്ന തരത്തിൽ ഉള്ള മനസ്സിലാക്കലായി പോകും. അപ്പോൾ സോഷ്യോളജിയിലെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്ക് അൺലേൺ അസംഷൻസ് വരും. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വരുമ്പോൾ നമുക്ക് നമ്മുടെ നിഗമനങ്ങൾ ചിലപ്പോൾ ശരിയായി വരത്തില്ല. അപ്പോൾ സോഷ്യോളജി ഒരിക്കലും സോഷ്യോളജി ഒരു മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകളും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വീക്ഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ സോഷ്യോളജി ഒരിക്കലും നമുക്ക് അബ്സല്യൂട്ട് ട്രൂത്ത് ഓഫർ ചെയ്യുന്നില്ല. സോഷ്യോളജി എന്താണ് സത്യമെന്ന് നമുക്ക് ഓഫർ ചെയ്യുന്നതേ ഇല്ല. സോഷ്യോളജി ഇത്രയേ ചെയ്യുന്നുള്ളൂ, ഇറ്റ് ഹെൽപ്പ് സീ ദ വേൾഡ് ഫ്രം ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്. എന്ന് വെച്ചാൽ എന്താണ്, ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ പോയിന്റ് നിൽക്കുന്ന ഈ ലോകത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതാണ് സോഷ്യോളജി ചെയ്യുന്നത്. ഓരോ പെർസ്പെക്റ്റീവ്സുകളെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് സൊസൈറ്റിയെക്കുറിച്ച് ഒരു ബ്രോഡറായിട്ടൊരു വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തരുന്ന സൊസൈറ്റിയാണ് അല്ലെങ്കിൽ സോഷ്യോളജിയാണ്. അതാണ് സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. നമുക്ക്
കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമായും ബ്രോഡായിട്ടും നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇനി സോഷ്യോളജിയിലെ കുറച്ച് കോൺസെപ്റ്റ്സുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. കോൺസെപ്റ്റ് ഓഫ് റിഫ്ലെക്സിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ക്രിട്ടിക്കലി അനലൈസ് അവർ ഓൺ പൊസിഷൻ. നമ്മൾ നമ്മുടെ പൊസിഷനെ തന്നെ ക്രിട്ടിക്കലി, നമ്മൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള നമ്മുടെ പൊസിഷനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം. അങ്ങനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് അവയർനെസ് എൻകറേജ് ചെയ്ത് വരും. നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായ ചിന്തകൾ നമുക്ക് ഉണർന്നു വരും. അപ്പോൾ അതുകൊണ്ടാണ് സോഷ്യോളജിയിൽ റിഫ്ലെക്സിവിറ്റി തിയറി ഈസ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സോഷ്യൽ മാപ്പ് ആൻഡ് ഐഡന്റിറ്റി. ഈ സോഷ്യൽ മാപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ സൊസൈറ്റിയിലെ ഐഡന്റിറ്റി ഷേപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഐഡന്റിറ്റിക്കൽ ഫാക്ടേഴ്സ് ഷേപ്പ് ചെയ്യുന്നത് സോഷ്യൽ മാപ്പ് ഐഡന്റിറ്റിയാണ്. നമ്മുടെ ഏജ്, നമ്മുടെ റിലീജിയൻ, നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ കാസ്റ്റ്, ഇതൊക്കെ ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പുകളുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ ഈ വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഒക്കെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? നമ്മളെ സോഷ്യൽ മാപ്പിംഗ് ഉണ്ടാകുന്നത്. സോഷ്യൽ മാപ്പിംഗ് എപ്പോഴും പേഴ്സണൽ ട്രബിളും സോഷ്യൽ ഇഷ്യൂസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കും. നമുക്ക് ഇൻഡിവിജ്വൽ ചലഞ്ചസ് ലിങ്ക് തരുന്നത് തന്നെ നമ്മുടെ ഈ സോഷ്യൽ പാറ്റേൺസ് വെച്ചിട്ടാണ്. നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നത് തന്നെ, നമുക്ക് ചലഞ്ചസ് ഉണ്ടാകുന്നത് തന്നെ, നമുക്ക് പേഴ്സണൽ ട്രബിൾ ഉണ്ടാകുന്നത്, നമുക്ക് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത് എല്ലാം നമ്മുടെ ഈ സോഷ്യൽ മാപ്പിംഗിന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടാണ്. ഉദാഹരണം, ജോബ് ഇൻസെക്യൂരിറ്റി ഈസ് എ പാർട്ട് ഓഫ് ആൻ എക്കണോമിക്കൽ ട്രെൻഡ്. എന്ന് വെച്ചാൽ എന്താണ്? ജോലിക്ക് സ്ഥിരതയില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ട്രെൻഡാണ്. ജോലിക്ക് സ്ഥിരതയില്ല എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് നമ്മളെ ഈ ഒരു സോഷ്യൽ മാപ്പിംഗ് ഐഡന്റിറ്റി പ്രകാരമാണ്. ബ്രീറ്റ് മിൽസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇദ്ദേഹമാണ് ആദ്യമായിട്ട് പേഴ്സണൽ ട്രബിൾസിനെയും സോഷ്യൽ ഇഷ്യൂസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തത്. അദ്ദേഹം പറയുന്ന എക്സാമ്പിൾ നമ്മുടെ ഫാമിലി കോൺഫ്ലിക്റ്റുകളും നമ്മുടെ ജനറേഷൻ ഗ്യാപ്പും. ഫാമിലി കോൺഫ്ലിക്റ്റ് വേഴ്സസ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്താണ്? ജനറേഷൻ ഗ്യാപ്പ് കൊണ്ട് ഫാമിലി കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ കരിയർ വറീസും അൺഎംപ്ലോയ്മെന്റും ഒക്കെ എപ്പോഴും ഉണ്ടാകുന്നത് എന്താണ്? ഇത് രണ്ടും എന്താണ്? ബന്ധപ്പെട്ട് കിടക്കുവാണ്. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അൺഎംപ്ലോയ്മെന്റും ഒക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതൊക്കെ സോഷ്യലി ഇമ്പാക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് എന്താണ്? നമ്മുടെ ഫ്രം ചൈൽഡ്ഹുഡ് വരെ മുതൽ നമ്മളൊരു കോമൺ സെൻസ് മാപ്പിംഗ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാപ്പ് നമ്മുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുകളെ എന്ത് ചെയ്യുകയാണ്? ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരു ഓൺ സൈഡ് ബാക്ക്ഗ്രൗണ്ടാണ്. സോഷ്യോളജി പക്ഷെ നമുക്ക് എന്താ സഹായിക്കുന്നത്? ഇങ്ങനെയുള്ള നമ്മുടെ ചിന്തകളെ മോർ ആക്യുറേറ്റ് ആകുന്നു. നമ്മളെ സൊസൈറ്റിയെ ഇൻക്ലൂസീവ്ലി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സോഷ്യോളജി സഹായിക്കുന്നു. സോഷ്യോളജി ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ നമുക്ക് എനേബിൾ ആക്കി തരുന്നു. നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻസിനെ എനേബിൾ ആക്കി തരുന്നു. അത് നമുക്ക് എന്താ ചെയ്യുന്നത്? നമ്മുടെ സോഷ്യൽ എക്സ്പീരിയൻസസിനെയും നമ്മുടെ സ്ട്രക്ചേഴ്സിനെയൊക്കെ നമുക്ക് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ എക്സ്പീരിയൻസസിനെയും സോഷ്യൽ സ്ട്രക്ചേഴ്സിനെയും നമുക്ക് മനസ്സിലാക്കി തരികയും നമുക്ക് ഒരു വലിയൊരു അവയർനെസ് നമുക്ക് തരുന്നു. നമ്മളെ സൊസൈറ്റിയിൽ നമ്മളെ നയിക്കുന്ന ഒരു ടൂളായിട്ട്, അല്ലെങ്കിൽ നാവിഗേറ്റിംഗ് ടൂളായിട്ടാണ് സോഷ്യോളജി നിൽക്കുന്നത്. അതാണ് ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പറയുന്നത്. വളരെ ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ മറ്റുള്ള ചാപ്റ്ററുകളെല്ലാം കടന്നു പോകുന്നതിന്റെ ബേസിക് ഈ ചാപ്റ്ററാണ്. അത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത സോഷ്യോളജിയെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് എക്സ്പ്ലനേഷൻസ് നമുക്ക് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ പറയുവാണ്. എന്താണ്? ചാപ്റ്റർ 2, ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയുടെ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ എന്താണ്? അപ്പോൾ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്താണ് ഡെമോഗ്രഫി എന്ന് വെച്ചാൽ എന്താണെന്ന് പറയണം. ഡെമോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ എന്നാണ് പറയുന്നത്. ജനസംഖ്യയെക്കുറിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖേനെയാണ് നമ്മൾ ഡെമോഗ്രഫി അല്ലെങ്കിൽ ജനസംഖ്യ ശാസ്ത്രം എന്ന് പറയുന്നത്. ഇതെന്താ ഫോക്കസ് ചെയ്യുന്നത്? പോപ്പുലേഷന്റെ സൈസുകൾ, അതുപോലെ തന്നെ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, നമ്മളെ മൈഗ്രേഷൻ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ആൾക്കാർ പോകുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉള്ള ഡിഫറെന്റ് സ്കൂൾ ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്, സ്കൂളല്ല സോഷ്യൽ ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഡെമോഗ്രഫിയാണ്. ഇത് രണ്ട് തരത്തിലുള്ള ഡെമോഗ്രഫിയാണ്. രണ്ട് ടൈപ്പാണ് ഡെമോഗ്രഫി ഉള്ളത്. ഒന്ന് ഫോർമൽ ഡെമോഗ്രഫി, അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത് സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആസ്പെക്ട്സിനെ ഡിസ്കസ് ചെയ്യുന്നു.
ഡെമോഗ്രഫി എപ്പോഴും സോഷ്യോളജിയുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. 18ാം സെഞ്ചുറിക്ക് ആയപ്പോഴത്തേക്ക് മോഡേൺ നാഷൻസിൽ, അതായത് പുതിയ യൂറോപ്പിൽ എമർജ് ചെയ്തു വന്ന ഒരു പ്രത്യേക ശാസ്ത്രശാഖയാണിത്. അതായത് 18ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ അവിടുത്തെ ഗവൺമെന്റിന് ആക്യുറേറ്റ് ആയിട്ട് പോപ്പുലേഷന്റെ ആവശ്യം വന്നു. ആക്യുറേറ്റ് ഉള്ള പോപ്പുലേഷൻ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവർക്ക് എത്ര ജനസംഖ്യ ഉണ്ടെന്ന് അവർക്ക് അറിയേണ്ടതായിട്ട് ആവശ്യം വന്നു. എന്തിനാണത്? പബ്ലിക് ഹെൽത്തിനെയും അതുപോലെ പോളിസീസിനെയും ടാക്സേഷൻസിന് വേണ്ടിയിട്ട് പൊതു ആരോഗ്യത്തിന്റെ പോളിസീസ്, പൊതു ആരോഗ്യം മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട രീതികൾ, അതുപോലെ ടാക്സേഷനെ കുറിച്ച് പറയുന്നത്, ഇതിനൊക്കെ എക്സാക്ട് ജനസംഖ്യ വേണം. ആ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി, ആ ഒരു ഇതിൽ നിന്നാണ് സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായത്. അത് ഉദാഹരണത്തിന് നമ്മൾ നോക്കും, ഫസ്റ്റ് മോഡേൺ സെൻസസ് നടന്നത് US 1790-ലാണ്. ഇന്ത്യയിൽ 1867 മുതൽ 72 വരെ ബ്രിട്ടീഷ് റൂളിന്റെ കീഴിൽ സെൻസസ് നടന്നു. 10 വർഷം കൂടുമ്പോൾ നമ്മൾ സെൻസസ് നടക്കും. അതായത് 1881 മുതൽ സെൻസസ്, മോഡേൺ സെൻസസ് നടക്കുവാണ്. ഇപ്പം ലേറ്റസ്റ്റ് 2011 നടന്നത്. അപ്പോൾ അതുപോലെ ഡെമോഗ്രഫി എന്ന് പറയുന്നത്, നമുക്ക് ഡെമോഗ്രഫിയാണ് എസെൻഷ്യൽ. സ്റ്റേറ്റിന്റെ പ്ലാനിങ് പോളിസീസ് പ്ലാൻ ചെയ്യുന്നത് ഡെമോഗ്രഫി അനുസരിച്ചാണ്, ജനസംഖ്യ അനുസരിച്ചാണല്ലോ. എസ്പെഷ്യലി എക്കണോമിക് ഡെവലപ്മെന്റ് ആയാലും പബ്ലിക് വെൽഫെയർ ആയാലും ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യുന്നത്? ഈ സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് തരുന്ന മില്യൺസ് ഓഫ് ഡാറ്റാസ് വെച്ചിട്ടാണ്. അഗ്രിഗേറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ്, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന മില്യൺസ് ഓഫ് കോടിക്കണക്കിന് ജനങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഇവരുടെ ജോലിയാണ്. അതൊരു സ്ട്രോങ് എവിഡൻസ് ആണ്. നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ എന്താണ്, നമ്മൾ ഡെത്ത് റേറ്റ് അറിയണം. ഡെത്ത് റേറ്റ് 1000 ജനങ്ങളിൽ ഇത്ര പേര് മരിക്കുന്നു എന്നറിയണം. അതിനെ കാൽക്കുലേറ്റ് ചെയ്യണം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം, അതിന്റെ സോഷ്യൽ ലെവൽ മനസ്സിലാക്കണം. അതൊക്കെ ആരാ ചെയ്യുന്നത്? ഈ ഡെമോഗ്രഫിയാണ് ചെയ്യുന്നത്. സോഷ്യോളജിസ്റ്റായ എമിലി ഡർക്കിൻ പറയുന്നുണ്ട്, അദ്ദേഹം സൂയിസൈഡ് റേറ്റിനെ കുറിച്ച് പഠിക്കുന്നു. സൂയിസൈഡ് റേറ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ എന്താണ്, സൂയിസൈഡ് റേറ്റ് സോഷ്യൽ കോസസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ സൂയിസൈഡ് ചെയ്യുന്നത്. അദ്ദേഹം സൂയിസൈഡ് റേറ്റ് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ രാജ്യം മുഴുവനും അതെന്ത് ചെയ്തു, അത് അപ്ലൈ ചെയ്തു. നോക്കിയിട്ടാണ് അത് എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ്, പേഴ്സണൽ റീസൺസ് മാത്രമല്ല ഒരാൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്, അല്ലാതെ ഉള്ള റീസൺസും ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതൊക്കെ എന്താണ്, ഈ ഡെമോഗ്രഫിയുടെ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അടുത്ത നോക്കൂ, there are two main branches. ഡെമോഗ്രഫിയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ. there are two main branches of demography. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫോർമൽ ഡെമോഗ്രഫി എന്ന് വെച്ചാൽ എന്താണ്? ഫോർമൽ ഡെമോഗ്രഫി എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന എങ്ങനെയുള്ള കാര്യങ്ങളാണ്? ഫോർമൽ ഡെമോഗ്രഫിയാണ് പോപ്പുലേഷൻ മെഷർ ചെയ്യുന്നത്, പോപ്പുലേഷന്റെ ചേഞ്ചസ് മെഷർ ചെയ്യുന്നത്. അതെല്ലാം ഉപയോഗിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള മെത്തേഡ് വെച്ചിട്ടാണ് അത് എല്ലാം ഉപയോഗിക്കുന്നത്. അതുപോലെ സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ കോസസിനെയും എഫക്റ്റിനെയും അതുപോലെ പോപ്പുലേഷന്റെ ട്രെൻഡിനെ കുറിച്ചും സൊസൈറ്റി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും ഒരു ഡെമോക്രാറ്റിക് പാറ്റേൺ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ഒരു സെക്കൻഡ് ബ്രാഞ്ചിലാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഇൻ ഡെമോഗ്രഫി. ഡെമോഗ്രഫിയിലെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള തിയറീസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് തിയറിയാണ് മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. അദ്ദേഹം ഒരു ഫേമസ് ഡെമോഗ്രാഫിക് ആണ്. അതായത് അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എസ്സേസ് ഓൺ പോപ്പുലേഷൻസിനകത്ത് അദ്ദേഹം ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഫുഡ് പ്രൊഡക്ഷൻ ചെയ്യുന്നതിനെക്കാട്ടിയും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹ്യൂമൻ പോപ്പുലേഷൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ നയിക്കും. അതായത് പറയുന്ന ഈ കണക്കുണ്ട്, പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നത് അതെന്താണ് 2, 4, 8, 6, 12 ഇരട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ ഫുഡ് പ്രൊഡക്ഷൻ ആണെങ്കിലോ 2 ആയി 4 ആയി 6 ആയി, പിന്നെ അത് ഇരട്ടി പോകുന്നില്ല, പിന്നെ 2 കൂടിയേ പോകുന്നുള്ളൂ. അപ്പൊ ഫുഡിന്റെ പ്രൊഡക്ഷൻ കുറയുകയും പോപ്പുലേഷൻ കൂടുകയും എന്നും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, നമുക്ക് ദാരിദ്ര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്, പട്ടിണി വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിന് ഏറ്റവും വലിയ റെമഡി എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അതിന് 2 രീതിയിലാണ്. വോളണ്ടറി മെഷേഴ്സ് എടുക്കാം, നാച്ചുറൽ കോസസും കൊണ്ടും നമുക്ക് കൺട്രോൾ ചെയ്യാം. വോളണ്ടറി മെഷേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കല്യാണം, മാരേജ്, വിവാഹങ്ങൾ നമ്മൾ താമസിപ്പിക്കുക, അതുപോലെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സെക്ഷൽ റെസ്ട്രിക്റ്റ്, അതായത് സെക്ഷൽ ആയിട്ടുള്ള ആ ഇതിനെ നമ്മൾ തടഞ്ഞു വെക്കുക. അതുപോലെ നാച്ചുറൽ കോസസ് എന്താണ്? നമുക്ക് പോപ്പുലേഷൻ കുറയുന്നത് നമുക്ക് ഫുഡിന്റെ സ്കാൻസിറ്റി കൊണ്ട്, അതുപോലെ ഡിസീസസ് കൊണ്ട്, അതുപോലെ വാർ കൊണ്ടൊക്കെ നമുക്ക് പോപ്പുലേഷൻ കുറയും. അതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ. അത് കഴിഞ്ഞ് നോക്കുക, അദ്ദേഹത്തിന്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പിന്നെ പറയുന്നത്?
നമ്മുടെ ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ ഗ്രോത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, മൊത്തം പോവർട്ടി ആയിപ്പോകും, ദാരിദ്ര്യമായി പോകും. പക്ഷേ ഒരുപാട് ക്രിറ്റിസിസം അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറീസ് ഉണ്ട്. കാരണം ഉദാഹരണത്തിന് മോഡേൺ അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്തു വന്നു, മോഡേൺ അഗ്രികൾച്ചറൽ അഡ്വാൻസ്മെന്റ് വന്നപ്പോഴത്തേക്ക് ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലാതെ മാറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അത്രത്തോളം ആൾക്കാർക്ക് ഫുഡ് കിട്ടാൻ തരത്തിലുള്ള അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്ത് വന്നു. അപ്പം ഫുഡ് പ്രൊഡക്ഷൻസ് എത്രത്തോളം വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സയൻസ് ഡെവലപ്പായി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറൊരു ഈ ലിബറൽ ഫിലോസഫേഴ്സും മാർക്സിസ്റ്റിക് സോളേഴ്സും ഒക്കെ പറയുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താണ്, പോപ്പുലേഷൻ കൊണ്ട് മാത്രമല്ല, പോപ്പുലേഷൻ കൊണ്ടല്ല ദാരിദ്ര്യം വരുന്നത്, സാധനങ്ങൾ ആൾക്കാർക്ക് അൺഈക്വലി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻസ് നടത്താത്തത് കൊണ്ടാണ്. ഉണ്ടാകുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സസ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അതായത് അൺജസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ സിസ്റ്റം നിലനിൽക്കുന്നത് കൊണ്ടാണ് ദാരിദ്ര്യം എന്നാണ് അവർ പറയുന്നത്. 19-20 നൂറ്റാണ്ടിലൊക്കെ ഈ ഡിസ്പ്രൂവ് ആയി തീർന്നു അദ്ദേഹത്തിന്റെ തിയറീസ് എല്ലാം തന്നെ. അതുപോലെ തന്നെ ഒരുപാട് അത് കഴിഞ്ഞിട്ട് അടുത്ത തിയറി എന്ന് പറയുന്നത് എന്താണ്, തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. വാട്ട് ഈസ് തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്, ഈ തിയറി സജസ്റ്റ് ചെയ്യുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് ലിങ്ക് ചെയ്തിരിക്കുന്നത് സൊസൈറ്റിയുടെ എക്കണോമിക് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. പോപ്പുലേഷൻ ഗ്രോത്ത് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അതായത് എക്കണോമിക് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ദി തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഇത് ഐഡന്റിഫൈ ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട സ്റ്റേജസ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത് അണ്ടർ ഡെവലപ്ഡ് society have a high birth rate and death rates leading slow population growth. അതായത് ഒരു താഴേക്കിടയിലുള്ള സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ബർത്ത് റേറ്റ് കൂടുതൽ, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഒക്കെ, ബർത്ത് റേറ്റ് കൂടുതലും അതുപോലെ തന്നെ ഡെത്ത് റേറ്റും കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പോപ്പുലേഷൻ ഗ്രോത്ത് അവിടെ എന്ത് ചെയ്യണം, ഈ ലീഡിങ് സ്ലോ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. അതായത് പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പോപ്പുലേഷൻ ഗ്രോത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയറും നമ്മുടെ സാനിറ്റേഷൻസും നമ്മുടെ ന്യൂട്രീഷനും അതുപോലെ തന്നെ നമുക്ക് ഡെത്ത് റേറ്റ് നമുക്ക് കുറയും. കാരണം നമുക്ക് ആ ഫെസിലിറ്റീസ് കൂടുമ്പോൾ നമുക്ക് ഡെത്ത് റേറ്റ് കുറയും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, അതുപോലെ നമ്മുടെ കൾച്ചറൽ ഫാക്ടേഴ്സും അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോഴും നമ്മുടെ കൾച്ചറൽ ഫാക്ടേഴ്സ് റിമെയിൻ ചെയ്ത് നിൽക്കുന്നത് കൊണ്ടൊക്കെ നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്ഡ് സൊസൈറ്റീസിൽ ബോത്ത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ആർ ലോ. അതായത് ഡെവലപ്ഡ് ആയിട്ടുള്ള വലിയ വലിയ കൺട്രീസിനകത്ത് രണ്ടും ലോ ആയിരിക്കും, ബർത്ത് റേറ്റും ലോ ആയിരിക്കും, ഡെത്ത് റേറ്റും ലോ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് ലോ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഡെമോഗ്രാഫിക് ട്രാൻസാക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് population growth is very high, it is then the quickly improved diseases control. അതായത് നമ്മുടെ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്താണ്, വേർ പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് വെരി ഹൈ. എവിടെയാണോ പോപ്പുലേഷൻ ഗ്രോത്ത് അതായത് ജനസംഖ്യ വർധന ഉണ്ടാവുന്നത് അവിടെ എന്താണ് അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ഈ റേറ്റ് ഡ്രോപ്പ് ക്വിക്ലി ഡ്യൂ ടു ഇംപ്രൂവ്ഡ് ഡിസീസസ്. അതായത് അവിടെ എന്ത് സംഭവിക്കുന്നു, ഇംപ്രൂവ് ആയിട്ടുള്ള ഡിസീസസിനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം വരും, അതുപോലെ ബെറ്റർ ന്യൂട്രീഷൻസ് വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യും, ഈ ഡെത്ത് റേറ്റ് കുറയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൊസൈറ്റി എപ്പോഴും ബർത്ത് റേറ്റിനെ ഇങ്ങനെ എന്ത് ചെയ്യണം, ബർത്ത് റേറ്റിനെ കൺട്രോൾ ചെയ്യണം. ഈസ്റ്റേൺ യൂറോപ്പിലൊക്കെ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലൊക്കെ സിമിലർ പാറ്റേൺ ആണ് ഉണ്ടായിട്ടുള്ളത്. ഇൻക്ലൂഡ് ഇന്ത്യയിലകത്ത് മോർട്ടാലിറ്റി റേറ്റ് ഫോൾ ചെയ്യുമ്പോഴും ബർത്ത് റേറ്റ് റിമെയിൻ ഹൈ. അതായത് മരണം കൂടുമ്പോഴും ഇന്ത്യയിൽ ബർത്ത് റേറ്റ് ഇങ്ങനെ തന്നെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തിയറിയിൽ എന്താ ചെയ്യുന്നത്, ട്രാൻസിഷണൽ സ്റ്റേജസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കോമൺ കോൺസെപ്റ്റ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഡെമോഗ്രാഫി കോൺസെപ്റ്റ്സ് ആർ ഓഫൺ എക്സ്പ്രസ്ഡ്. അതായത് ഡെമോഗ്രാഫിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് ഈ പോപ്പുലേഷൻ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നോക്കൂ, ഫോർ എക്സാമ്പിൾ ദ ബർത്ത് റേറ്റ് ഈസ് എ നമ്പർ ഓഫ് ലീവ് ബെറ്റർ. അതായത് പ്രധാനമായിട്ട് ബർത്ത് റേറ്റ് എപ്പോഴും നോക്കുന്നത് 1000 ജനങ്ങൾ വെച്ചിട്ടാണ് നോക്കുന്നത്. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് എപ്പോഴും ഡിഫറൻസ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്. ചിലപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് കണക്കാക്കുന്നത് ബർത്ത് റേറ്റ് ഡിഫറൻ്റ് ആയിരിക്കണം, ഡെത്ത് റേറ്റ് ഡിഫറൻ്റ് ആയിരിക്കണം. ഇതിനകത്ത് നമുക്ക് if birth rate and death rate are equal, the population remains stable. രണ്ട് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഇത് എപ്പോഴാണ് സ്റ്റേബിൾ ആവുന്നത്, അപ്പോഴേ നമ്മളൊരു പോപ്പുലേഷൻ സ്റ്റേബിൾ ആവുള്ളൂ. നമ്മളെ ഈ ഒരുപാട് ഈ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഈ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും റിമെയിൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്തുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഒന്ന് നെഗറ്റീവ് ഗ്രോത്ത്.
എപ്പോഴാണ് നെഗറ്റീവ് ഗ്രോത്ത് സംഭവിക്കുന്നത്? വെൻ ബർത്ത് റേറ്റ് ഡിക്ലൈൻ സിഗ്നിഫിക്കൻ്റ്ലി. അതായത് ബർത്ത് റേറ്റ് എപ്പോഴും സിഗ്നിഫിക്കൻ്റ്ലി താന്നുകൊണ്ടിരിക്കുമ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് മിക നെഗറ്റീവായി തീരും. കാരണം ബർത്ത് റേറ്റ് കുറഞ്ഞാലും നമുക്ക് എന്താ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. ഉദാഹരണത്തിന് ജപ്പാൻ, ഇറ്റലി പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ബർത്ത് റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ അതും അവരെ ബാധിക്കും. അതുപോലെ ഫെർട്ടൈലിറ്റി റേറ്റ്, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സ്ത്രീകളെ എടുത്ത് 1000 കുട്ടികളെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 മുതൽ 49 വരെയുള്ള ആ ഒരു ഏജിലുള്ള അവരുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ജീവിതകാലം മുഴുവനും എത്ര കുട്ടികൾക്ക് ജന്മം നൽകാൻ പറ്റും, അല്ലെങ്കിൽ എത്ര കുട്ടികൾക്ക് ജന്മം നൽകാൻ പറ്റും എന്നതനുസരിച്ചാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി അതിന് ഉദാഹരണമാണ്. ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് നമ്മുടെ സെക്സ് റേഷ്യോ നോക്കുമ്പോഴത്തേക്ക് ഫീമെയിൽ 1000 മെയിൽസ് 1000 മെയിൽസിന് ഇത്ര ഫീമെയിൽ. യൂഷ്വലി ഇതൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മുടെ കൾച്ചറൽ ഫാക്ടേഴ്സും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഏജ് സ്ട്രക്ചറും നമ്മുടെ പോപ്പുലേഷനിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിപ്പെൻഡൻസി റേറ്റും നമ്മുടെ പോപ്പുലേഷൻ്റെ അതിനകത്ത് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ എന്താണ്? ഈ ലോ റേഷ്യോ ക്യാൻ ബി ടെമ്പറലി ബൂട്ട് ഗ്രോത്ത് ഓഫ് വർക്കേഴ്സ് ഏജ്. അതുപോലെ തന്നെ നമുക്ക് ലോ റേഷ്യോ ക്യാൻ ടെമ്പറലി ബൂട്ട് ദ ഗ്രോത്ത് ഫോർ വർക്കേഴ്സ് ആൻഡ് ഏജ് ഡിപ്പെൻഡൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? മറ്റ് കോൺസെപ്റ്റ്സുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ ഇത് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് എന്താണ്? സൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ. ഇന്ത്യൻ പോപ്പുലേഷൻ്റെ സൈസ് എന്താണ്, ഗ്രോത്ത് എന്താണ്? നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ മോസ്റ്റ് പോപ്പുലർ കൺട്രിയാണ്. അതായത് പോപ്പുലേഷൻസ് ഉള്ള പോപ്പുലസ് കൺട്രീസ് ആണ് ഇന്ത്യ. 1.21 മില്യൺ പീപ്പിൾ 2011 സെൻസസിൽ നമുക്ക് കിട്ടിയതാണ്. നമുക്ക് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് 1901 മുതൽ 51 വരെ വളരെ സ്ലോ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ വന്ന 18-19 വന്നിട്ടുള്ള എപ്പിഡമിക്കുകൾ 12.5 മില്യൺ പീപ്പിൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഇൻഡിപെൻഡൻസിന് ശേഷം നമുക്ക് 1961-81 സമയത്ത് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ പിന്നെയും കൂടി. അപ്പോൾ ഇതിങ്ങനെ നമ്മളെ ബർത്ത് റേറ്റ് പിന്നെയും ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നു. അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ പോപ്പുലേഷനെ ബാധിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്ലാഗ്, സ്മോൾ ബോക്സ്, കോളറ തുടങ്ങിയ അസുഖങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ ജനസംഖ്യയിലെ വളരെ കൊലയാളികളായിട്ട് മാറി. സ്പാനിഷ് ഫ്ലൂ 1918 ഉണ്ടായ 18-ലും 19-ലും ഉണ്ടായ സ്പാനിഷ് ഫ്ലൂവിൽ നമുക്ക് ഡെഡ് ലൈൻ നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് വളരെ മരണം സംഭവിച്ചു. ഡെഡ് വളരെ കൂടി. ഈ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് പാൻഡമിക് 18 മുതൽ 19 വരെ എങ്ങനെ ബാധിച്ചു എന്ന് നമ്മൾ ടെസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഈ ബ്രിട്ടീഷ് ഇന്ത്യ വന്നപ്പോഴത്തേക്ക് നമ്മളെ ബർത്ത് റേറ്റിലും മാറ്റം സംഭവിച്ചു. അവർ മാസ് വാക്സിനേഷൻ നടത്തി, അവർ സാനിറ്റേഷൻസ് നടത്തി, എപ്പിഡമിക്കുകളെ കൺട്രോൾ ചെയ്തു. അവരങ്ങനെ വന്ന സമയത്ത് നമ്മളെ ബർത്ത് റേറ്റ് കൂടുതൽ കൂടി, നമ്മുടെ ഡെത്ത് റേറ്റ് കുറഞ്ഞു. പക്ഷെ അങ്ങനെ വന്നപ്പോൾ 1994 പ്ലാഗ് സംഭവിച്ചു. അതുപോലെ ഡെങ്കു ഫീവർ വന്നു. ഇപ്പം അതുപോലെ തന്നെ നമുക്ക് ദാരിദ്ര്യത്തിന്റെ ആ ഒരു ഫെമൈൻ ഫോർവേഡ് വന്നു. മാൽ ന്യൂട്രീഷൻസ് കൊണ്ട് ഇപ്പം നമുക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ പോപ്പുലേഷനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ NREG പോലെയുള്ള ഗവൺമെന്റ് സംഘടനകളൊക്കെ നമ്മുടെ റൂറൽ പട്ടിണി മാറ്റാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ കൾച്ചറൽ ഫാക്ടേഴ്സും നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സും ഒക്കെ എന്താണ് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്തിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ കേരള ആൻഡ് തമിഴ്നാട് ഹാവ് ലോവസ്റ്റ് ഫെർട്ടിലിറ്റി. നമ്മുടെ കേരളവും തമിഴ്നാടും എന്ന് പറയുന്ന 2 സംസ്ഥാനങ്ങൾ ലോവസ്റ്റ് ആയിട്ട് ഏറ്റവും താഴ്ന്ന ഫെർട്ടിലിറ്റി റേറ്റാണ് കൊടുത്തത്. അതായത് മരണസംഖ്യ വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മളെ ബീഹാർ പോലെയുള്ള സ്ഥലങ്ങൾ, രാജസ്ഥാൻ പോലെയുള്ള അവിടെയൊക്കെ ഹൈ ഫെർട്ടിലിറ്റി റേറ്റാണ് ഉള്ളത്. ഇന്ത്യയിൽ അങ്ങനെ തന്നെ അതാണ് നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ഇന്ത്യൻ ജനസംഖ്യയുടെ ഗ്രോത്തും നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കണക്കെന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, ഏജ് സ്ട്രക്ചർ. ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ഏജ് സ്ട്രക്ചർ എന്താണ്? ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ഏജ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ കോമ്പോസിഷൻ ചെയ്തിരിക്കുന്ന യങ് പോപ്പുലേഷനാണ്. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം, നമ്മളെപ്പോഴും കോമ്പോസിഷൻ ചെയ്തിരിക്കുന്ന യങ് പോപ്പുലേഷനാണ്. അതായത് നമുക്ക് ചെറുപ്പക്കാർ കൂടുതലാണ്. നമുക്ക് 15 വയസ്സിന് താഴെയുള്ളതോ അതിന് മുന്നിലുള്ള ഏജ് ഗ്രൂപ്പിൽ 42% ആൾക്കാർ അങ്ങനെയാണ്. നമ്മളെ റീജിയണൽ വേരിയേഷൻ, കേരള ഹാസ് എ മാച്ചുർ ഏജ് പ്രൊഫൈൽ ഉണ്ട്. നമുക്ക് ലോ ബർത്ത് റേറ്റ്, ഹയർ എൽഡർലി പോപ്പുലേഷൻ ഉണ്ട്, വളരെ ഉയർന്ന പ്രായമുള്ളവരുണ്ട്. ഉത്തർപ്രദേശ് ആസ് എ യങ്ങർ പോപ്പുലേഷൻ. ഇന്ത്യയിൽ ഉത്തർപ്രദേശാണ് എന്ത് ചെയ്യുന്നത്? ഒരു യങ്ങർ പോപ്പുലേഷനുള്ള, ഏറ്റവും കൂടുതൽ യങ്ങർ പോപ്പുലേഷനുള്ള ഇതെന്ന് കാണപ്പെടുന്നത്. അതുപോലെ
ഇന്ത്യയിൽ ഇന്ത്യയുടെ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റും അതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് ഏജിൻ്റെ പോപ്പുലേഷൻസ് എല്ലാം കൂടെ കണ്ടിട്ട് എന്താണ് ചെയ്യുന്നത്, നമുക്ക് ഒരു ഏജ് സ്ട്രക്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഡിക്ലൈൻ ഓഫ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ അത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു കണക്ക് നമുക്ക് മനസ്സിലാവും. നമ്മൾ അതുപോലെ സ്റ്റേറ്റ് വൈസ് ചൈൽഡ് സെക്സ് റേഷ്യോ പഞ്ചാബിൽ 793 ആണ്. അതുപോലെ 800 താഴെയാണ് ഹരിയാന, ഛത്തീസ്ഗഡ്, ഡൽഹി. ഇവിടെയൊക്കെ ഇതിൻ്റെ എന്താണ് ഈ കുട്ടികളുടെ ഓരോരോ സ്റ്റേറ്റിലും കുട്ടികളെ ജനിക്കുന്ന റേഷ്യോ ആണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ സെക്സ് റേഷ്യോ ഡിക്ലൈൻ ചെയ്യുന്നത്, അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ആ ഒരു റേഷ്യോ, ചിലപ്പോൾ പെൺകുട്ടികൾ കൂടുതൽ വരുന്നത്, ഇതിൻ്റെയൊക്കെ റേഷ്യോ നമ്മളെ മെറ്റേണൽ മോർട്ടാലിറ്റി ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് നമ്മളെപ്പോഴും അബോർഷനോ അതുപോലെ ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡിനൊക്കെ നമ്മുടെ സൊസൈറ്റി കൾച്ചറുമായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്ക് നമ്മൾ ഗേൾ ചൈൽഡിനെ നിഗ്ലക്റ്റ് ചെയ്യുമ്പോൾ ഒരു ആൺകുട്ടികൾ കൂടുതലാവും, ഹയർ മോർട്ടാലിറ്റി റേറ്റ് വരും. അപ്പം നമ്മളെപ്പോഴും സണ്ണിന് പ്രിഫറൻസ് കൊടുക്കുമ്പോഴത്തേക്ക് അൾട്രാസൗണ്ട് ടെക്നോളജിയും അതുപോലെ ജെൻഡർ സെൽ അതൊക്കെ വെച്ച് നമ്മൾ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ടെക്നോളജി അപ്പോൾ അത് പെൺകുട്ടിയാകുമ്പോൾ വേറെ രീതിയിൽ നമ്മൾ നോക്കും. അതുപോലെ വെൽത്തിയ സ്റ്റേറ്റായ പഞ്ചാബ്, ഹരിയാന, മഹാരാഷ്ട്ര അവരെയൊക്കെ ലോ ചൈൽഡാണ്. അവിടെ ടെക്നോളജിക്കൽ ഇമ്പാക്റ്റ് കൊണ്ട് കുറച്ച് കുട്ടികളെ വരുന്നുള്ളൂ. സെക്സ് റേഷ്യോ ജെൻഡർ ബയാസസിന് അത് പ്രോവർട്ടി കൊണ്ട് മാത്രമല്ല ഈ സെക്സ് റേഷ്യോ വരുന്നത്. നമ്മൾ ഇല്ലീഗലായിട്ടുള്ള സെക്സ് ഡിറ്റർമിനേഷൻസ് കൂടുതൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അബോർഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. സോഷ്യൽ ഇഷ്യൂസ് ഒരുപാട് നടക്കുന്നുണ്ട്. ജെൻഡർ ഇക്വാളിറ്റി നമ്മൾ ഗേൾഡ് ചൈൽഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അതിനു വേണ്ടിയിട്ടാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ സ്കീമൊക്കെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ്, നമ്മുടെ ലിറ്ററസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഡെമോക്രാറ്റിക് സ്ട്രക്ചറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇന്ത്യൻ ഇതിൻ്റെ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുന്ന ലിറ്ററസി നമുക്കൊരു എംപവർമെൻ്റ് ആണ്. കരിയർ ഓപ്പർച്യൂണിറ്റീസും ഹെൽത്ത് അവയർനെസ്സും അതുപോലെ നോളജ് എക്കണോമിയൊക്കെ എവിടുന്നാണ് നമുക്ക് ലിറ്ററസി എന്നാണ് കിട്ടുന്നത്. നമ്മൾ ലിറ്ററസി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് 2/3 ഓഫ് പോപ്പുലേഷൻ നൗ ഇല്ലിറ്ററേറ്റ്. നമ്മുടെ 2 നമ്മുടെ ജനസംഖ്യയെ ഇപ്പം വായിക്കാനും എഴുതാനും അറിയാവുന്ന ലിറ്ററേറ്റുകളാണ്. നമ്മുടെ ഹൈ പോപ്പുലേഷൻ ഗ്രോസ് നമുക്ക് ചലഞ്ച് ചെയ്ത് വരുമ്പോഴും നമ്മുടെ ഈ പുതിയ തലമുറയെ നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്യിക്കുന്ന സമയത്ത് നമുക്കതൊരു പോപ്പുലേഷൻ ഗ്രോത്ത് ആയി തീരും. അതുപോലെ ജെൻഡർ ഗ്യാപ്പ് നമുക്ക് ഫീമെയിൽ ലിറ്ററസിയും അതുപോലെ തന്നെ മെയിൽ ലിറ്ററസിയും ഒക്കെ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഇത്ര ഗ്യാപ്പ് മാത്രമേ നമുക്കുള്ളൂ. സോഷ്യൽ ഗ്രൂപ്പ് ഗ്യാപ്പ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിന് നമ്മൾ ലോവർ ലിറ്ററസി ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ സ്ത്രീകളുമായിട്ടുള്ള കമ്മ്യൂണിറ്റി മാറുന്നുണ്ട്. അപ്പോൾ റീജിയണൽ ഡിഫറൻസ്, കേരള പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ യൂണിവേഴ്സൽ ലിറ്ററസി റേറ്റ് ആണുള്ളത്. ബീഹാറിൽ വളരെ കുറവാണെങ്കിലും കേരള പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സാക്ഷരത ഒരുപാട് കൂടുതലാണ്. നമ്മളെ എഡ്യൂക്കേഷൻ വളരെ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷനാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതും നമ്മുടെ എന്തിനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ഇതിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൂറൽ അർബൻ ഡിഫറൻസസ്, അതുപോലെ അഗ്രികൾച്ചറൽ റോള്, നമ്മൾ JDP ഡെവലപ്പ് ചെയ്ത് വരണം. റൂറൽ പീപ്പിൾ സ്റ്റിൽ ഡിപ്പെൻഡ് ഉണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മുടെ റൂറൽ പീപ്പിൾ എപ്പോഴും നമ്മുടെ നിലനിൽക്കുന്നത് ഇപ്പോഴും കൃഷികൾ കൊണ്ട് തന്നെയാണ്. അതുപോലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ വർക്കേഴ്സ് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങും. നോൺ ഫാർമർ, അതായത് കൃഷി ജോലി ഉപേക്ഷിച്ചിട്ട് അവർ ട്രാൻസ്പോർട്ട്, സ്മോൾ ബിസിനസ്, ക്രാഫ്റ്റുകളിലേക്ക് മാറും. അതുപോലെ നമ്മൾ മൈഗ്രേഷൻ വരുന്ന ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ അർബനൈസേഷൻ സംഭവിക്കും, സിറ്റികളുണ്ടാവും. അങ്ങനെ ഒരു സംഭവം സംഭവിക്കും. അതുപോലെ തന്നെ കോമൺ പ്രോപ്പർട്ടി, അതായത് ഫോറസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വെട്ടി നശിപ്പിക്കുമ്പോഴത്തേക്ക്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു, ഈ റൂറലും അർബണും തമ്മിൽ ഒരുപാട് വ്യത്യാസം വരും. അടുത്തത് നോക്കൂ, അടുത്തത് പോപ്പുലേഷൻ പോളിസി ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി എന്താണ്? ഇന്ത്യയാണ് ഒഫീഷ്യൽ പോപ്പുലേഷൻ പോളിസി 1952 മുതൽ അനൗൺസ് ചെയ്തത്. ലീഡിംഗ് നാഷണൽ ഫാമിലി പ്ലാനിംഗ് കമ്മീഷൻ ചെയ്തത്. ഇത് കൺട്രോളിങ് പോപ്പുലേഷൻ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവയർനെസ് കൊടുത്തത്. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. അപ്പം നാഷണൽ എമർജൻസി സമയത്തൊക്കെ ഭയങ്കര ക്രിറ്റിസിസം ഉണ്ടായി, അത് സ്ട്രിക്റ്റ് പോപ്പുലേഷൻ കൺട്രോൾ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം എന്താ ചെയ്ത് അതിനെ സെറ്റ് ബാക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഫാമിലി പ്ലാനിങ്, ഹെൽത്ത് ഇന്നേറ്റീവ്സും പിന്നെ വന്ന കാലങ്ങളിൽ വളരെ ബ്രീഫായിട്ട് ആരെയും നിർബന്ധിക്കാതെ നടത്തി തുടങ്ങി നമ്മൾ. എമർജൻസി പീരീഡിനെ ഉപേക്ഷിച്ച് എമർജൻസി മീൻസിൽ നമുക്ക് സ്റ്റെറിലൈസേഷൻ, അതായത് വന്ധീകരണം നമുക്ക് ഒരുപാട് എന്ത് ചെയ്തു, എൻഫോഴ്സ് ചെയ്തു, നമുക്ക് നിർബന്ധിച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ആ സമയത്ത് പാവപ്പെട്ട ആൾക്കാരെയാണ് എന്ത് ചെയ്തിരുന്നത്, സ്റ്റെറിലൈസ് ചെയ്തിരുന്നത്, വന്ധീകരണം നടത്തിയത്. അപ്പം അതിൽ നിന്നൊക്കെ മാറി നമ്മൾ പുതിയ ഗവൺമെൻറ്റിൻ്റെ കോറേസീവ് മെത്തേഡ് കൊണ്ട്, നല്ല മെത്തേഡ് കൊണ്ട് നമ്മൾ നാഷണൽ ഫാമിലി പ്ലാനിങ് വന്നു, നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാംസ് വന്നു. അത് നമ്മുടെ 2000 നമ്മുടെ പോളിസി ആയിട്ട് നിന്നു.
അതിനുവേണ്ടി നമ്മൾ പുതിയ പുതിയ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്തു, ഹെൽത്ത് നടത്തി, വോളണ്ടറി ഫാമിലി പ്ലാനിങ് നടത്തി, വോളണ്ടറി ആയിട്ടുള്ള ഫാമിലി പ്ലാനിങ് ആണ് നടത്തിയത്. അതൊക്കെ എന്ത് ചെയ്തു, നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്തിനെ വളരെ വ്യക്തമായിട്ട് സഹായിച്ചു. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇതിനകത്ത് നമ്മൾ പറഞ്ഞത്. ഈ 6 ക്വസ്റ്റ്യൻസിൻ്റെയും ഉത്തരം നിങ്ങൾക്ക് ഞാനിപ്പോൾ പഠിപ്പിച്ച ആ സ്ലൈഡിനകത്ത് തന്നെ കാണും. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അല്പസമയം എടുത്ത് ഇത് കേൾക്കുക. അല്പസമയം എടുത്ത് ഇത് കേൾക്കുമ്പം ഈ 2 ചാപ്റ്ററിനകത്തും എന്താണ് ഉൾക്കൊള്ളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതെന്താ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത്. സോഷ്യോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻസും സോഷ്യോളജി ഡെവലപ്പ് ചെയ്ത കുറച്ച് തിയറീസും, അതുപോലെ തന്നെ എന്താണ് പിന്നെ 2ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞ എന്താണ്, ഒരു ഡെമോക്രാറ്റിക് സ്ട്രക്ചർ, ഇന്ത്യൻ സൊസൈറ്റിയുടെ ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണ് മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും, ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ഡെമോഗ്രഫി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ച് തിയറീസുമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അതിനകത്തും പഠിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ അത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും വളരെ അനായാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.